ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഇന്റേണൽ ഓഡിറ്റർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് 2021 PSC നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 302/2021 കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പം ഈ ഒരു എക്സാമിൻ്റെ ഇന്റേണൽ ഓഡിറ്റർ എക്സാമിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് 24/6/2023 മീൻസ് ജൂൺ 24 എക്സാം നടക്കുന്നത്. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പം തുളസി ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 23/3/2023 മുതൽ 11/4/2023 വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുക. അപ്പം ഏപ്രിൽ 11 മുമ്പായിട്ട് തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2021 നോട്ടിഫിക്കേഷൻ വരുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്റേണൽ ഓഡിറ്റർ എന്നാണ് പോസ്റ്റിൻ്റെ പേര്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 6,940 മുതൽ 17,900 വരെയാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് 1 മാത്രമാണ്. അപ്പോൾ ഒരു വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ളത് മാത്രമാണ് ഇനി റിപ്പോർട്ട് ചെയ്യാം. വേക്കൻസി വളരെ കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാം. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 24/6/2023 ജൂൺ 24 എക്സാം നടക്കുന്നത്. അപ്പം എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് PSC സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് BCom സബ്ജക്റ്റുകളാണ്. അപ്പോൾ 2022 നടന്നിട്ടുള്ള കമ്പനി ബോർഡുകളെ നടന്നിട്ടുള്ള അക്കൗണ്ടൻറ്റിൻ്റെ സിലബസാണ് ശരിക്കും BCom എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 50 മാർക്കിന് കൊടുത്തേക്കുന്നത്. അതിൽ 10 മാർക്ക് വന്നിട്ടുള്ളത് അക്കൗണ്ടൻസിക്കാണ്. അക്കൗണ്ടൻസിയിലേക്ക് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം സിലബസാണ്. കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടൻറ്റിൻ്റെ അതേ സിലബസാണ് PSC ഒരു എക്സാമിന് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടിങ് ഉണ്ട്. മൊഡ്യൂൾ 2 വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. അക്കൗണ്ടിങ്ങിന് അലോട്ട് ചെയ്തിട്ടുള്ളത് 10 മാർക്കാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് 7 മാർക്കാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 3 പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് 10 മാർക്സ് ആണ്. ദെൻ മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ് ആണ്. മാനേജ്മെൻറ്റ് അലോട്ട് ചെയ്തിട്ടുള്ള മാർക്കും 5 മാർക്കുകളാണ്. ദെൻ അടുത്തത് കമ്പനി ലോ ആണ്. കമ്പനി ലോയിൽ കിട്ടുന്നത് 5 മാർക്സ് ആണ്. മൊഡ്യൂൾ 5. ദെൻ മൊഡ്യൂൾ 6 ഓഡിറ്റിങ് 13 മാർക്കുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട് ഓഡിറ്റിങ്ങിന്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് 50 മാർക്കിൻ്റെ BComമായി ബന്ധപ്പെട്ടുള്ള സിലബസിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2 പറയുന്നത് CA ഇന്റർ അല്ലെങ്കിൽ ICWA ഇന്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിന് വരുന്നത് 25 മാർക്സ് ആണ്. അതിൽ വരുന്ന മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 4 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 2 വരുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിന് വരുന്നത് 4 മാർക്കുകളാണ്. ഇതിനടുത്തത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്കും 4 മാർക്കുകളാണ്. മൊഡ്യൂൾ 4 വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. 5 മാർക്കുകളാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 5 ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന് 4 മാർക്കാണ്. മൊഡ്യൂൾ 6 കമ്മ്യൂണിക്കേഷൻ ആണ്. 4 മാർക്സ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷന്. അപ്പോൾ ഇത്രയാണ് CA ഇന്റർ അല്ലെങ്കിൽ എന്താണ് ICWA ഇന്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ. ഇനി ലാസ്റ്റ് പാർട്ട് 3 വരുന്നത് മൊഡ്യൂള്. ഇത് മൊത്തം എന്താണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മൊഡ്യൂളാണ്. അതിൽ മൊഡ്യൂൾ 1 കോർപ്പറേഷന് 5 മാർക്സ്. കോർപ്പറേഷൻ്റെ എവല്യൂഷൻ, പ്രിൻസിപ്പിൾസ്, അതുപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 5 മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫങ്ഷണൽ സൊസൈറ്റീസിന് വേണ്ടിയിട്ട് 4 മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. അതിന് 4 മാർക്കാണ്. കോപ്പറേറ്റീവ് ലോക്ക് വരുന്നത് 8 മാർക്കുകളാണ്. ദെൻ കോമൺ ആയിട്ടുള്ള ബാങ്കിങ് വരുന്നത് 5 മാർക്കാണ്. അപ്പം ഇത്രയാണ് ഇന്റേണൽ ഓഡിറ്ററുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസിൻ്റെ ബേസിൽ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് BComൽ വന്നിട്ടുള്ള ഈ 50 മാർക്കിൻ്റെ ടോപ്പിക്കുകൾ മൊത്തം നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനടുത്ത് പാർട്ട് 2 വരുന്ന CA ഇന്ററിൻ്റെ പോർഷൻസ് 25 മാർക്കിൻ്റെതും നമ്മൾ ഫുള്ളായിട്ട് തന്നെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പാർട്ട് 3 വരുന്ന സമയത്ത് കോർപ്പറേഷൻ്റെ പോർഷൻസ് നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോർപ്പറേഷൻ്റെ പോർഷൻസ് നമുക്ക് നോട്ട്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നോൺ വൊക്കേഷണൽ ടീച്ചർ കോമേഴ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ
ക്ലാസ്സുകൾ സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കോഴ്സിൽ കോർപ്പറേഷൻ്റെമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ എടുക്കുന്നില്ല. പക്ഷേ ലാസ്റ്റ് മൊഡ്യൂളിൽ പറയുന്ന 4 മാർക്കിൻ്റെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ന്യൂ ജനറേഷൻ ബാങ്കുകൾ, റോൾ ഓഫ് RBI ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് 4 മാർക്കിൻ്റെ സെക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് നമ്മളെ ക്രാഷ് കോഴ്സ്, കംപ്ലീറ്റ് മെറ്റീരിയൽ അടങ്ങുന്ന ക്രാഷ് കോഴ്സ് LLC അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. LLC അക്കാഡമി ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് കാണാവുന്നതാണ്. കോഴ്സ് അവിടുന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. ഏപ്രിൽ 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. താങ്ക്